മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഡാം നാളെ തുറക്കുക. ഡാം നാളെ രാവിലെ 10 മണിക്ക് തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോസൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസൽ, പറയൂ വിവരങ്ങൾ. അസിത, ഇപ്പോൾ നിലവിൽ 135.9 അടിയായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ പുതിയ കണക്ക് വരുമ്പോൾ അത് 136 അടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം തമിഴ്നാട് കൊണ്ടുപോകുന്നതിൽ കൂടുതൽ ജലം ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ജൂൺ മാസത്തിലെ റൂൾസ് കർവ് പ്രകാരം 136 അടിയായാൽ ഈ ഡാം തുറക്കണം എന്നുള്ളതാണ് മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം. ഏതായാലും ഇത്തരമൊരു രാത്രിയിൽ 136 അടി ആയെങ്കിലും അങ്ങനെ തുറക്കരുത്, പകൽ സമയത്ത് തുറക്കണം എന്നുള്ളത് തമിഴ്നാട് ഈ ഷട്ടർ കൈകാര്യം ചെയ്യുന്ന തമിഴ്നാട് സർക്കാരിനോട് ഇടുക്കി ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പകലായിരിക്കും, രാവിലെ നേരം പുലർന്നതിന് ശേഷമാകും ഡാം തുറക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ രാത്രിയിൽ തുറക്കരുത് എന്നുള്ളൊരു കാര്യം, കാരണം ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമൊന്നുമല്ല ഇത്തരത്തിൽ 136 തുറക്കണം എന്നുള്ളത്. ഇതൊരു മേൽനോട്ട സമിതിയുടെ ഒരു നിർദ്ദേശമാണ്. ജൂൺ മാസത്തിൽ റൂൾ കർവ് നിലനിർത്തണം എന്നുള്ളത്. ഏതായാലും നാളെ പകൽ നേരം പുലർന്നതിന് ശേഷമായിരിക്കും, പകൽ സമയത്തായിരിക്കും ഈ ഡാം 136 അടിയായെങ്കിലും ഉയർത്താൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. കാരണം ഈ ഡാമിന്റെ ഷട്ടർ നിരപ്പ് തന്നെയാണ് 136. അതിൽ നിന്ന് ഒരു ടാങ്കിൽ നിന്ന് വെള്ളം തുളുമ്പി വരുന്നത് പോലെ കുറെ വെള്ളം വരും എന്നുള്ളതല്ലാണ്ട് വേറെ ആശങ്കപ്പെടുന്നു. കാരണം നേരത്തെ 2022-ലൊക്കെ ഡാം തുറക്കുമ്പോൾ 13,000 ഘന അടിയിലധികം ജലം ആ പെരിയാറിൽ കൂടെ ഒഴുക്കിയതാണ്. അപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3,700ഓളം ഘനയടി ജലമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതിൽ 2,100 ഘനയടി ജലത്തോളം തമിഴ്നാട് അവർക്കായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി 1000 ചില്ലുവാനം ഘനയടി ജലം മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്നാലും ഈ പെരിയാറിലേക്ക് ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഈ 136 അടി ജൂൺ മാസം എന്നുള്ള കണക്കനുസരിച്ചായിരിക്കും ഈ ഡാം തുറക്കുക.